ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഉദ്ധിതനായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മെയ് 27 ചൊവ്വാഴ്ച തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 5 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോ തൻ്റെ അവസാന പ്രഭാഷണത്തിൽ താൻ തിരികെ തന്നെ അയച്ച പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമെന്ന് ശിഷ്യരോട് പറയുന്നു. അത് ശിഷ്യരുടെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. നമുക്ക് യേശുവിൻ്റെ ശിഷ്യഗണത്തെ ഒന്ന് ശ്രദ്ധിക്കാം. ആരും തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളൊന്നുമല്ല. ഒരു നാൾ വരെ പുറം കാഴ്ചകളിൽ അഭിരമിച്ച് കഴിഞ്ഞിരുന്നവരായിരുന്നവർ എന്നെ അനുഗമിക്കുമെന്ന വചനം അവരെ തങ്ങളിലെ സാധ്യതകൾ തിരിച്ചറിയാൻ പ്രേരിപ്പിച്ചു. പുറം കാഴ്ചയുള്ള നിസ്സാരതയും അകതാരിലെ വിസ്മയവും തുറന്നു കാട്ടി. അന്നുവരെ പരിമിതികൾ ഉണ്ടായിരുന്നവർ അന്ന് തൊട്ട് ലോകത്തിനൊരിക്കലും നൽകാനാകാത്ത പരമാനന്ദം ഈശോയ്ക്ക് നൽകാനാകുമെന്ന് കണ്ടെത്തി. ഈ തുറവുകളിലും അവർ ഇടയ്ക്കൊക്കെ ഇടറി വീണിട്ടുണ്ട്. തങ്ങളിൽ ആരാണ് വലിയവനെന്ന് ആരാഞ്ഞ് പരസ്പരം തല്ലുപിടിച്ചപ്പോഴും, കുത്തിമറിയുന്ന തിരമാലകളെ ഭയന്ന് കരഞ്ഞപ്പോഴും, ഗെത്സമേൻ തോട്ടത്തിൽ ഒരു കല്ലേറ് ദൂരെ ഈശോയെ ഒറ്റക്കാക്കി കിടന്ന് ഉറങ്ങിയപ്പോഴും ഈ തെറ്റിപ്പോയ യേശു അകറ്റി നിർത്തിയില്ല, ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ഇന്നേവരെ ആരും കാണിക്കാത്ത ആ കാരുണ്യം അവരെ അവൻ്റെ വേർപാടിലേറെ ദുഃഖിപ്പിക്കുന്നു. മറ്റൊന്ന്, ശിഷ്യർക്ക് ഈശോ ഒരു നവോത്ഥാന നായകനെ പോലെയായിരുന്നു. ഇന്നേവരെ ഒരു യഹൂദ ശ്രേഷ്ഠനും തങ്ങളോട് പെരുമാറാത്തതിനപ്പുറമുള്ള ശൈലിയായിരുന്നു യേശുവിൻ്റേത്. പക്വതയും കൃത്യതയും വ്യക്തതയുമുള്ള പെരുമാറ്റം. ഇവൻ സമുദായത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് അവർ വിചാരിച്ചു. അത് സംഭവിക്കുകയും ചെയ്തു. ഫരിസേയരും നിയമജ്ഞരും ഈ ജനപ്രമാണികൾക്കുമൊക്കെ യേശു ഒരു ശത്രുവായിട്ട് മാറുന്നു. കാലങ്ങൾക്കൊപ്പം ഇവരും ഇവൻ്റെ ഒപ്പം ഞങ്ങളും ഇവിടെ സർവരും ഒത്തുചേർന്ന് സമാധാനത്തിൽ ജീവിക്കുമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ പെട്ടെന്നുള്ള യേശുവിന് വരാനിരിക്കുന്ന പീഡാനുഭവത്തെപ്പറ്റിയുള്ള പ്രവചനം വല്ലാതെ അവരെ ഉലയ്ക്കുന്നു. കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നു. തൻ്റെ നായകന് നേരിടേണ്ടി വരുന്നത് തങ്ങൾക്കും വരുമോ എന്ന ചിന്ത അവരെ വല്ലാണ്ടങ്ങ് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ദുഃഖത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇനിയൊരു രക്ഷയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ശിഷ്യരുടെ ഇടയിലേക്ക് യേശു ഒരു ആശ്വാസവാക്ക് വർഷിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ പദ്ധതികളല്ല ദൈവത്തിൻ്റെതെന്ന് അവർക്കൊരു പക്ഷേ തോന്നിക്കാണും. അതിൻ്റെ തീവ്രതയും മനോഹാരിതയും അവരെ അതിശയിപ്പിച്ചിരിക്കാം. അന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ സഹായകനെ യേശു അവർക്കന്ന് പരിചയപ്പെടുത്തി. പരിശുദ്ധാത്മാവ്. പിതാവും പുത്രനും മാത്രമല്ല, പരിശുദ്ധാത്മാവും ദൈവമാണെന്ന തിരിച്ചറിവ് അവർക്ക് നൽകുന്നു. പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നും തങ്ങളുടെ സഹയാത്രികനായ യേശുവിൻ്റെ പ്രവൃത്തികൾ എപ്രകാരമാണെന്നും ശിഷ്യന്മാർക്കറിയാം. ഇവിടുത്തെ യേശു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്നു. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഇതുവരെ നമുക്കൊക്കെ ഉണ്ടായിരുന്ന ബോധ്യങ്ങളെ നവീകരിക്കുകയാണിവിടെ. പാപം എന്താണെന്നിവിടെ പുനർനിർവചിക്കുന്നുണ്ട്. ഈശോയിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് പാപം. ഈശോയിലും അവൻ്റെ വചനങ്ങളിലും ആശ്രയിക്കാതിരിക്കുന്നതാണ് പാപം. നീതി എന്നത് ഈശോയുടെ സ്വർഗാരോഹണത്തെയും പിതാവിന് മുൻപാകെ പരിശുദ്ധാത്മാവ് വക്താവിൻ്റെ പങ്ക് നിറവേറ്റുന്നതിനെയും സൂചിപ്പിക്കുന്നു. ന്യായവിധി എന്നത് സാത്താൻ്റെ പരാജയത്തെയും ദുഷ്ടന്മാരുടെ മേലുള്ള അന്തിമ ന്യായവിധിയെയും വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളായ നാം നമ്മുടെ മാമോദീസ വഴിയും മറ്റു കൂദാശകൾ വഴിയും ഈ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ തളരാതെ അവയെല്ലാം നമ്മുടെ നന്മയ്ക്കായി ഈശോ രൂപപ്പെടുത്തുമെന്ന വിശ്വാസത്തോടെ ഈ സുവിശേഷത്തിലൂടെ നമുക്കത് ആർജിച്ചെടുക്കാം. യഥാർത്ഥ പാപം, നീതി, ന്യായവിധി എന്നിവയെപ്പറ്റിയുള്ള ബോധം പരിശുദ്ധാത്മാവ് നമ്മളിൽ ജനിപ്പിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.